അതുകൊണ്ടാണ് മീൻ മേടിക്കാൻ പൈസ ഇല്ലാത്തതുകൊണ്ടാണ്. ഒരു ചമ്മലും വേണ്ടതില്ല, വരുമാനം ഇല്ലാത്തതുകൊണ്ട് എന്തെങ്കിലും മറ്റു പലതും വാങ്ങിക്കാൻ പറ്റില്ല. അങ്ങനെ എൻ്റെ കയ്യിൽ ഇത് കിട്ടിയിട്ട് ഞാൻ കണ്ടു. ഇനി ഞാൻ കണ്ടപ്പോൾ എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, ഞാൻ അവന് ഒരുമിച്ചത് കേട്ടോ, ഇത് വരുമാനം കിട്ടിയത് ഗ്യാരണ്ടി കൺഫേംഡ് ആണ്. ഞാൻ നോക്കി വെരിഫൈ ചെയ്തു, ബാങ്ക് ഡീറ്റെയിൽസ് ആണ് കണ്ടത്. നമുക്കിത് ചെയ്യാം. ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 50,000 രൂപ എന്ത് ചെയ്യും, എങ്ങനെ ഒരു മാസം എന്തെങ്കിലും ഉറപ്പായിട്ട് ഉണ്ടാക്കാൻ പറ്റും, അതിനുള്ള പൊട്ടൻഷ്യൽ എന്തെങ്കിലും ഉണ്ട്. അന്നും ബ്ലോക്ക് ചെയ്യുന്ന അറിയില്ല, ഒന്നും അറിയില്ല. അങ്ങനെ എന്ത് ചെയ്തു, സ്റ്റാർട്ട് ചെയ്യാൻ നോക്കിയപ്പോൾ പൈസ ഇല്ല. അപ്പോൾ ഫാദർ മരിച്ചതിൻ്റെ വിധവാ പെൻഷൻ പെൻഡിങ് ആയിട്ട് ഒരു 4-5 മാസം ഒരുമിച്ച് കിട്ടി. ആ പൈസ ഉമ്മൻ്റെ അടുത്ത് മേടിച്ചു. എന്ത് ചെയ്തു, കുറച്ച് പൈസ വേറെ പല സ്ഥലങ്ങളിൽ നിന്ന് റോൾ ചെയ്ത് സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ ആദ്യത്തെ വരുമാനം വാങ്ങിക്കാൻ 2 മാസം എടുത്തിട്ടുണ്ട്. ഞാൻ അന്ന് ഇത് പറയാനെന്ന് കരുതി പല ആളുകളും എന്നെ കളിയാക്കി. പല സുഹൃത്തുക്കളോടും പോയപ്പോൾ അവരെന്ത് ചെയ്തു, ഇതിനെ പൂജിച്ച്. പല കുടുംബക്കാരുടെ അടുത്തും പറഞ്ഞപ്പോൾ എന്ത് ചെയ്തു, അനക്ക് എപ്പോഴും നന്നാവാൻ പറ്റിയിട്ടില്ല എന്ന് ചോദിച്ചു. പല ആളുകളും കോൾ എടുക്കണില്ല. പക്ഷേ ഞാൻ വെയിറ്റ് ചെയ്തു. 3 തവണ എനിക്ക് നിർത്തണം എന്ന് തോന്നി, ഇതെന്നെ കൊണ്ട് പറ്റില്ല എന്ന് തോന്നി. അന്ന് ഇതുപോലത്തെ പ്രോഗ്രാമുകളില്ല, ഒന്നുമില്ല. നമ്മളത് പ്ലാൻ പറഞ്ഞ ആൾ എന്താണോ പറയുന്നത് അത് മാത്രമേ നമുക്ക് കേൾക്കാൻ പറ്റുള്ളൂ. കമ്മ്യൂണിറ്റി ഇല്ല, ഒന്നുമില്ല. അങ്ങനെ 2 മാസം വെയിറ്റ് ചെയ്തിട്ടാണ് അന്ന് വരെ നേരിൽ കാണാത്ത ഒരു സുഹൃത്ത് ഫോണിൽ മാത്രം സംസാരിച്ചിട്ടുള്ള ഒരാളെന്ത് ചെയ്തു, എൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്തു, പൈസ ഇട്ട് തന്നു, എൻട്രി അടിച്ചു, ആദ്യത്തെ വരുമാനം കിട്ടി. ആ വരുമാനമാണ് ഇന്നും ഞാൻ ഈ സ്റ്റേജിൽ നിന്ന് സംസാരിക്കണം. എൻ്റെ കോൺഫിഡൻസ് ഞാനിപ്പോഴും പറയും. 2 മാസം കഴിഞ്ഞിട്ടാണ് ആദ്യത്തെ വരുമാനം കിട്ടിയത്. ഞാൻ പലതവണ നിർത്തണം എന്ന് തോന്നി. അപ്പോഴാണ് ഞാനൊരു കഥ കേട്ടത്. ഞാൻ പല സൂമിലും പറഞ്ഞിട്ടുണ്ട്. ആ കഥയിൽ ഒരു രാജ്യത്തൊരു രാജാവ് ഉണ്ടായിരുന്നു. ആ രാജാവിനെ കാണാൻ വേണ്ടിയിട്ട് മറ്റൊരു രാജ്യത്തൊരു രാജാവിൻ്റെ ഇത് വന്നു. ആ രാജ്യം